ചിറങ്ങരയിൽ പുലിഭീതി തുടരുന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇരിങ്ങാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയതായി സൂചന. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയതിനെ തുടർന്ന് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്ക്. മുരുക്കുങ്ങൽ സ്വദേശി റജീനയ്ക്കാണ് പരിക്കേറ്റത്. മേഖലയിൽ കാട്ടാനാക്രമണം പതിവായതായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചാലക്കുടിയിലും കയ്പമംഗലത്തും മാളയിലും വ്യാപക നാശനഷ്ടം. ചാലക്കുടിയിൽ 400 നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. കയ്പമംഗലത്ത് മരം കടപുഴകി വീണ് 3 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. മാളയിൽ മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലോമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനു ശേഷം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക്. ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനിടെ പലയിടങ്ങളിലും പുലിയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പരന്നു. തിങ്കളാഴ്ച രാത്രി വഴിച്ചാലിലെ വീട്ടിൽ CCTV ക്യാമറയിൽ പുലിയെ കണ്ടെന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിരുന്നില്ല. ചിറങ്ങര റെയിൽവേ ട്രാക്കിനു സമീപം ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പുലിയുടെ ആക്രമണമുണ്ടായെന്ന് പറയുന്നു. നായയുടെ തലയിൽ കടിയേറ്റ അടയാളങ്ങളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വനം വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പുലിയുടെ സാമീപ്യമുണ്ടെന്ന് മാത്രമാണ് ഇതുവരെയും വനം വകുപ്പ് സ്ഥിരീകരിച്ചത്. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുന്ന തീരുമാനവും നടപ്പാക്കൽ വൈകും. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ കൂട് വയ്ക്കൽ സാധ്യമാവുകയുള്ളൂ. ഇരിങ്ങാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലറും BJP നേതാവുമായ TK ഷാജു റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇന്ത്യയിൽ ഇറീഡിയം ലോഹം കണ്ടുപിടിക്കുകയും ഈ ലോഹത്തിന്റെ വിൽപ്പനയ്ക്ക് നിക്ഷേപം നടത്തിയാൽ കോടികൾ ലാഭവിഹിതമായി തിരിച്ചു ലഭിക്കുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി ഏജന്റുമാരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 500 കോടിക്ക് മുകളിൽ നിക്ഷേപം നടന്നതായാണ് പരാതിയിലുള്ളത്. ഇറീഡിയം വിൽപ്പന നടക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം നിക്ഷേപ തുകയുടെ വിഹിതമനുസരിച്ച് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങിയിരിക്കുന്നത്. 50,000 രൂപ നിക്ഷേപിച്ചവർക്ക് 2 കോടി രൂപ ലഭിക്കുന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നതെന്ന് TK ഷാജു TCVയോട് പറഞ്ഞു. ആലപ്പുഴയിലും പഴയ പുറത്തുശ്ശേരി പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഇറീഡിയം ലോഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പാവപ്പെട്ടവർ അവരുടെ ആധാരം വരെ പണയം വെച്ചുകൊണ്ട് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് വരും നാളെ വരും. 50,000 ടോന് 2 കോടി രൂപയാണ് പറയുന്നത്. 1 ലക്ഷം ടോന് 4 കോടിയൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ആളുകളുടെ ഇത് മേടിച്ചത്. 5 വർഷമായിട്ട് ഇവർക്ക് പൈസ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി ഇത് നീട്ടി കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പിന്തുണയാണെന്ന് പറയും. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു പിന്തുണയൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിന്നില്ല. ഇവർ പറയുന്നത് റിസർവ് ബാങ്ക് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിലും പൈസ വീഴുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനൊരു ലീഗലായിട്ട് സൈഡിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പലരും ആധാരം പോലും പണയം വെച്ച് നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ഷാജു പറഞ്ഞു. പണം നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലരും പരാതി പോലും നൽകാൻ തയ്യാറാവാത്ത അവസ്ഥയിലാണ്. പണം മടക്കി ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരത്ത് താമസിക്കുന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ചില ഏജന്റുമാരെ നിയമിച്ചാണ് ഇരിങ്ങാലക്കുട, മാപ്രാണം, പൊറത്തിശ്ശേരി, കരുവന്നൂർ മേഖലയിലുള്ളവരുടെ പണം സ്വരൂപിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ പല പ്രമുഖർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇറീഡിയം നിക്ഷേപ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി സൂചനയുണ്ട്. ഇറീഡിയം നിക്ഷേപ തട്ടിപ്പിനെ സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടി തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. മുരുക്കുങ്ങൽ സ്വദേശി കേളംപടിക്കൽ ഹനീഫിന്റെ ഭാര്യ 52 വയസ്സുള്ള റജീനയ്ക്കാണ് പരിക്ക്. കൈക്കും കാലിലും പരിക്കേറ്റ റജീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇന്ന് രാവിലെ ഹാരിസൺ തോട്ടത്തിലാണ് സംഭവം. ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്നോടുന്നതിനിടയിലാണ് വീണത്. തലനാരിഴയ്ക്കാണ് ഇവർ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റ് തൊഴിലാളികൾ ചേർന്ന് ബഹളം വച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് റജീനയെ രക്ഷപ്പെടുത്തിയത്. ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാടുകയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാന ആക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞു വീശിയേക്കാവുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോരത്തെ വാഴകർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങുകൊടുക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഈറോഡ്, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്ത് നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴകർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറയുന്നു. പണ്ടൊക്കെ ഊണൊക്കെ ഇട്ടായിരുന്നു, ഇപ്പൊ ഊണൊന്നും കിട്ടാനില്ല. അപ്പൊ അതിന്റെ പേരില് വള്ളി തന്നെയായിരുന്നു. കാറ്റും മഴയും വന്നിട്ട് ഈ തവണ മഴ നേരത്തെ വന്നു, കാറ്റൊന്നും വന്നിട്ടില്ല. ആ ഒരു പേടിയിൽ നിൽക്കാണ്. വാഴ വള്ളി കെട്ടലാണ് ഇപ്പോ. വള്ളി കെട്ടി കഴിഞ്ഞിട്ട് വേണം അടുത്ത. ഞങ്ങള് തന്നെ സ്വന്തമായിട്ടാണ് പണിയുന്നത്. കാരണം കൊണ്ട് അല്ലെങ്കിൽ കൂലിക്ക് വെച്ചാൽ നഷ്ടമാണ്. ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് ഊന്നു കൊടുത്തിരുന്നത്. മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരമാണ് ഇതിനുപയോഗിച്ചിരുന്നത്. ഒന്നിന് 100 രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് ഊന്നു കൊടുക്കുമ്പോൾ കൃഷിച്ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഒരു കെട്ട് വള്ളി മേടിക്കണമെങ്കിൽ 190 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 വാഴയ്ക്കൊക്കെ ഇടാം. അത് അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോൾ അതിന്റെ ചെലവ് നോക്കുമ്പോൾ വലിയൊരു ചെലവാണ്. അത് മെനക്കെട്ടിരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. ആദ്യകാലം എന്ന് പറയുമ്പോൾ മുള ഉണ്ടായിരുന്നു ഊന്നിടാനായിട്ട്. ഇപ്പൊ മുളയൊന്നും കിട്ടാനില്ല. കാറ്റാടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ. അത് വരുന്നത് 100 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. പിന്നെ അത് നശിച്ചു പോകും. അത് കാരണം കൊണ്ട് ആൾക്കാർ ആരും അത് ഇടണില്ല. ഒക്കെ വള്ളി തന്നെയാണ്. ഓരോ വർഷവും കൃഷിച്ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകനായ ലോനായി പങ്കുവയ്ക്കുന്നു. സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുൻപേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു. ഇത്തവണ നേരത്തെ വേനൽ മഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCB ന്യൂസ്, കൊടകര. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും കൊരട്ടയിൽ വ്യാപക കൃഷിനാശം. കിൻഫ്രയ്ക്ക് സമീപം കുരിശ്ശേരി ജോൺസന്റെ 400ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2 ആഴ്ചയ്ക്കകം വിളവെടുപ്പ് നടത്താനിരിക്കെയാണ് മഴയിൽ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണത്. മാളയിൽ ഇന്നലെ ഉണ്ടായ കനത്ത കാറ്റിൽ ടൗണിലെ സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ വീണു. പാനൽ വീണെങ്കിലും മറ്റപകടങ്ങളൊന്നും ഉണ്ടായില്ല. മാള പള്ളിപ്പുറം മേഖലയിൽ മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. 8 സ്ഥലത്താണ് മരങ്ങൾ വീണത്. ഇന്നലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 3 വീടുകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറു ഭാഗത്താണ് കൂടുതലും നാശനഷ്ടമുണ്ടായത്. ചന്ദ്രപുരയ്ക്കൽ മോഹനന്റെ തറവാട് വീടിന് മുകളിൽ വൻ മരം വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. മുറ്റത്ത് വച്ചിരുന്ന സൈക്കിളും പൂർണ്ണമായും തകർന്നു. തൊട്ടടുത്തുള്ള പുത്തൂർ അഭിലാഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. പച്ചാംപുള്ളി സുനിയുടെ വീടിന് മുകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ലക്കിടിയിലുണ്ടായ വാഹന അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലുവമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. രാവിലെ കോളേജിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം. അക്ഷയ് സഞ്ചരിച്ച സ്കൂട്ടർ ജീപ്പിലിടിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ചിറ്റണ്ട വരവൂർ പാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മറിഞ്ഞ പിക്കപ്പ് വാനിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പൂങ്ങോട് ക്വാറിക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഇന്നലെ വൈകിട്ട് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് റോഡരികിലേക്ക് മാറ്റി നിർത്തിയിട്ടിരിക്കുകയായിരുന്ന പിക്കപ്പ് വാനിൽ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനു ശേഷം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് പുറപ്പെട്ടു. പേടകം രാവിലെ 10:30 ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു. നാളെ പുലർച്ചെ 3:27 ഇരുവരും ഭൂമിയിലെത്തും. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കോ ഉൾക്കടലിൽ ആയിരിക്കും പേടകം പതിക്കുക. സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിഖേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരും മടക്കയാത്രയിൽ ഒപ്പമുണ്ട്. ഡ്രാഗൺ പേടകത്തിന്റെ തിരിച്ചുവരവിന് അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് നാസ അറിയിച്ചു. ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ചും യാത്ര തിരിച്ചത്. ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി. എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാർ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. 287 ദിവസങ്ങൾക്ക് ശേഷമാണ് സുനിതയും സംഘവും മടങ്ങിയെത്തുന്നത്. ആലപ്പാട് അജ്ഞാത ജീവി കൂടിന്റെ അഴികൾ തകർത്ത് കോഴികളെ കൊന്നു. സാഫല്യം റോഡിൽ മഞ്ഞയിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 2 മാസത്തോളം വളർച്ചയെത്തിയ 20 കോഴികളെയാണ് കൊന്നത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം പതിവാണെന്ന് കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും മോഷണശ്രമവും. കോട്ടപ്പുറം ചന്തയിലെ യൂണിയൻ ഓഫീസിന് പരിസരത്തുള്ള 2 വ്യാപാര സ്ഥാപനങ്ങളാണ് കുത്തിത്തുറന്നത്. കുരിപ്പറമ്പിൽ സേവറിന്റെ ഫാസ്റ്റ് ഫുഡ് കട കുത്തിത്തുറന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം കവർന്നു. ഓട്ടറാട്ട് ജയറാമിന്റെ ഉടമസ്ഥയിലുള്ള പച്ചക്കറി കടയിൽ മോഷണശ്രമവും ഉണ്ടായി. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂട്ട് പൊളിച്ചിട്ടാണ് കയറിയേക്കളെ. 2 പലകെടുത്ത് മാറ്റിയിട്ട് കയറി. ഇതിൻ്റെ വലിപ്പിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ചില്ലറ നോട്ടുകൾ ഇവിടെ വരുന്നു. അത് 10-200 രൂപ അടുത്ത് കാണുള്ളൂ. അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവർ കൊണ്ടുവന്ന ഒരു കത്തിയും ഒരു ഇങ്ങനെ തുറക്കണ ഒരു മിഷ്യൻ മരത്ത ബാറ്ററി ഇട്ടിട്ടുള്ളൊരു ആയുധം ഉണ്ടായിരുന്നു. അത് പോലീസ് കൊണ്ടുപോയാണ് ചെയ്തത്. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. നന്ദിക്കര തൈവളപ്പിൽ മഹേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. നന്ദിക്കര പെട്രോൾ പമ്പിനു സമീപം ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഹേഷിനെ അറസ്റ്റ് ചെയ്തത്. സർക്കിൾ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ്, ഷിനോജ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർമാരായ വി.ജി. സ്റ്റീഫൻ, റോയ് പൌലോസ്, പി.എം. മൂസ തുടങ്ങിയവർ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശക്തൻ ബസ് സ്റ്റാൻഡിനു സമീപം 3 മാസമായി നിർത്തിയിട്ടിരുന്ന ബസ്സിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശി 60 വയസ്സുള്ള അനിരുദ്ധനാണ് മരിച്ചത്. സ്റ്റാൻഡിനുള്ളിൽ കിടക്കുന്ന ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നയാളാണ് അനിരുദ്ധൻ. ഈസ്റ്റ് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. കടങ്ങോട് മുക്കിലപ്പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു ജെസിബിയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ ജെ.എസ്. അശ്വിനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പള്ളിമേപ്പുറം മൂക്കിലപ്പീടിക പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത്. മണ്ണുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനങ്ങൾ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. എസ്ഐ ടി കെ സിലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിതേഷ്, എ.സി. വിഷ്ണുജിത്ത്, ജിനേഷ് മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി സർവോദയ ഗാന്ധി മാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തേക്കിൻകാട് മൈതാനത്ത് മണികണ്ഠനാലിനു സമീപം ശതാബ്ദി സംഗമം സംഘടിപ്പിച്ചു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാനമായ വൈക്കം സത്യാഗ്രഹം, ഐത്തോച്ചാടനം, ഖാദി പ്രചാരണം എന്നിവയുമായി ബന്ധപ്പെട്ട് 1925 മാർച്ച് 18-നാണ് ഗാന്ധിജി ആദ്യമായി തൃശൂരിലെത്തിയത്. മുൻ നിയമസഭാ സ്പീക്കറും പ്രമുഖ ഗാന്ധിയനുമായ തേറമ്പിൽ രാമകൃഷ്ണൻ ശതാബ്ദി സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സർവോദയ മണ്ഡലം മുൻ പ്രസിഡന്റ് പി.എസ്. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ, നടത്തറ ഖാദി കേന്ദ്രം ട്രെയിനർ ശ്രീനിവാസ രാജു, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എൻ. രാജഗോപാൽ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി
PJ കുര്യൻ, കസ്തൂർബ കേന്ദ്രം പ്രതിനിധി TS ലേഖ തുടങ്ങിയവരും സംസാരിച്ചു. ശതാബ്ദി സംഗമത്തിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഗാന്ധി ഗീതങ്ങളുടെ ആലാപനവും നടന്നു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, ഇല്ലിക്കാട് പുളിന്തറ വീട്ടിൽ വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 11-ന് കാട്ടൂർ SNDP ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ മാഹിയിൽ നിന്നാണ് പിടികൂടിയത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, പ്രൊബേഷൻ SI C സനദ്, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിയ്യൂരിൽ നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന് രാത്രിയിൽ തീയിട്ടതായി പരാതി. വിയ്യൂർ സ്വദേശി ആൻഡ്രോയുടെ മണ്ണുമാന്തി യന്ത്രമാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ് മോഹന വാഗ്ദാനങ്ങൾ കുത്തിനിറച്ചതാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. വെങ്കിടങ്ങിൽ കാർഷിക മേഖലയ്ക്കും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകൾ നവീകരിക്കുന്നതിനും വകയിരുത്തിയിട്ടുള്ള ഫണ്ട് തുച്ഛമാണ്. മത്സ്യമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനുമായി ചെറിയൊരു തുക മാത്രമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തീർത്തും നിരാശാജനകവും പ്രതീക്ഷയറ്റതുമായ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചതെന്ന് UDF അംഗങ്ങളായ NK വിമല, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, മിനി ബാബു, അഷ്റഫ് തങ്ങൾ, RV മൊയ്നുദ്ദീൻ, ജെസി റാഫേൽ, KV ഓമന എന്നിവർ പറഞ്ഞു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരി നാടിനെ പിടിച്ചുകുലുക്കുന്ന മാരകമായൊരു വൈറസായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി യുവാവ്. കലയെ ആയുധമാക്കിയാണ് വരവൂർ സ്വദേശി രതീഷ് ലഹരിക്കെതിരെ പോരാടുന്നത്. കലയാണെന്റെ സമരായുധം എന്ന് പ്രഖ്യാപിച്ച് ലഹരിക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുകയാണ് രതീഷ് വരവൂർ. 2022 ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നാണ് രതീഷ് തന്റെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് സ്കൂളുകൾ, കോളേജുകൾ, കലാസാംസ്കാരിക സംഘടനകൾ, മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഉത്സവ പറമ്പുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങി കേരളത്തിനകത്തും പുറത്തും രതീഷ് തന്റെ മോണോ ആക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ചതിയിൽ പെട്ടുപോകുന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവിതവും തുടർന്നുണ്ടാകുന്ന പരിണിത ഫലവും തിരിച്ചറിവും പ്രമേയമാകുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകാഭിനയം ഇതിനോടകം തന്നെ 500-ലേറെ വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ലഹരിക്കെതിരെ മോണോ ആക്ടായി 560-ലേറെ വേദികൾ പിന്നിട്ട് ലോക റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു രതീഷ് വരവൂർ. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരവധി അംഗീകാരങ്ങളാണ് ഈ യുവാവിനെ തേടിയെത്തിയിട്ടുള്ളത്. അംഗീകാര നേട്ടങ്ങളെക്കാൾ മോണോ ആക്ട് കണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അതാണ് തന്റെ വിജയമെന്ന് രതീഷ് പറയുന്നു. സമൂഹം ലഹരിയിലേക്ക് വഴിമാറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 2022 ഞാൻ വരവൂര് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് തുടങ്ങിയതാണ് ഈ മോണോ ആക്ടിലൂടെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടം. അന്ന് ഇത് 10 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 40 മിനിറ്റോളമുള്ള ഒരു വലിയ ഒരു ഷോ ആണ്. വിദ്യാർത്ഥികളൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവാർഡുകളൊക്കെ കിട്ടുക എന്നുള്ളതിലുപരി ഇത് ആളുകൾ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നുണ്ടെന്നും എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണ കിട്ടിയാൽ ഇന്ത്യയിലുടനീളം ഇത് അവതരിപ്പിക്കാൻ കഴിയുമെന്നും രതീഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ മുന്നിൽ മോണോ ആക്ട് അവതരിപ്പിക്കണമെന്നതാണ് രതീഷിന്റെ ആഗ്രഹം. രതീഷിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണയുമായി നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്.
കൂടാതെ കുടുംബവും ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. വിശ്വാസത്തിന്റെ പടച്ചട്ടയണിഞ്ഞ ജീവിതത്തിൽ ആത്യന്തികമായ വിജയം സത്യത്തിനാണെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഒരു ബദർ ദിനം കൂടി. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം എന്ന നിലയിൽ ബദർ യുദ്ധത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ശത്രുവ്യൂഹത്തെ നിരായുധരായ ചെറിയൊരു സംഘം വിശ്വാസം ശക്തി കൊണ്ട് നേരിട്ടു എന്നതാണ് ചരിത്രം. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ അംഗീകരിച്ചിട്ടില്ലെന്നും നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുള്ളൂ എന്നുമാണ് ബദർ യുദ്ധം നൽകുന്ന സന്ദേശം. AD 624 ഹിജ്റയുടെ 2ാം വർഷം റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. മുഹമ്മദ് നബിയും 313 അനുയായികളും സത്യവിശ്വാസത്തിന്റെ ഭാഗത്തും മക്കയിലെ പ്രമുഖനായ അബൂജഹലിന്റെ കീഴിൽ 1000-ഓളം പടയാളികൾ മറുപക്ഷത്തും നിരന്ന ഇസ്ലാം ചരിത്രത്തിലെ ശത്രുക്കളുമായി നടത്തിയ ആദ്യത്തെ യുദ്ധത്തിന്റെ ഫലം വളരെ നിർണായകമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായി മാറിയ ബദർ യുദ്ധത്തെ സ്മരിക്കുന്ന ദിവസമാണ് റമളാനിലെ 17-ാം നാൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. BJP മുൻ ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. AG രാജേഷ് മാളാത്ത്, നിവീഷ് സുധാകരൻ, മണികണ്ഠൻ കുന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അർണോസ് പാതിരി അക്കാദമിയുടെയും അർണോസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം ശതാബ്ദിയും 293-ാം ചരമവാർഷികവും 20, 21, 23 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 8-ന് ഫാദർ ബെന്നി ചെറുമലിന്റെ കാർമ്മികത്വത്തിൽ തൃശൂർ തിരുഹൃദയ ദേവാലയത്തിൽ അർണോസ് അനുസ്മരണ ദിവ്യബലിയും തുടർന്ന് 9:30-ന് സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അർണോസ് പാതിരിയും ഭക്തിപ്രസ്ഥാനവും എന്ന വിഷയത്തിൽ സെമിനാറും 23-ന് ഞായറാഴ്ച രാവിലെ സെന്റ് തോമസ് കോളേജിൽ വാർഷിക പരിപാടികളും അഖില കേരള പുത്തൻപാന ആലാപന മത്സരവും നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം, ഡോക്ടർ ജോർജ് അലക്സ്, ബേബി മൂക്കൻ, പ്രൊഫസർ ജോൺ തോമസ്, MD റാഫി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച അംഗനവാടി വർക്കേഴ്സിനുള്ള അവാർഡ് നേടിയ എടത്തിരുത്തി പഞ്ചായത്തിലെ കണ്ണംപുള്ളിപ്പുറം അക്ഷര അംഗനവാടിയിലെ ഷിജി, മികച്ച ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ 8-ാം വാർഡിലെ ഐശ്വര്യ അംഗൻവാടിയിലെ പ്രീതി എന്നിവരെ ആദരിച്ചു. അക്ഷര അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഹേന രമേശ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, CDPO ലളിത, ICDS സൂപ്പർവൈസർ ഷീബ, MM പ്രതാപൻ, MK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ സമ്മേളനവും ഇഫ്താർ സംഗമവും നടത്തി. കയ്പമംഗലത്ത് നടന്ന ചടങ്ങിൽ AKCA ജില്ലാ പ്രസിഡന്റ് ഷമീർ ചേലക്കര ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് NK നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണീസ്, AKCA സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ്, വൈസ് പ്രസിഡന്റ് പോൾസൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ആതിഥേയ, മേഖലാ ജനറൽ സെക്രട്ടറി ആസിഫ് അലി മതിലകം, മേഖലാ ട്രഷറർ ശശാങ്കൻ കാഞ്ഞാണി, ബൈജു പുതുക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റോട്ടറി ക്ലബ് റോട്ടറി ഇന്റർനാഷണൽ ഗ്ലോബൽ ഗ്രാന്റിന്റെ സഹായത്തോടെ 500 പേർക്ക് സൌജന്യ കൃത്രിമ കാൽ വിതരണ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് 5 മേഖലകളിലായി നടത്തുന്ന ക്യാമ്പിന്റെ ആദ്യ ക്യാമ്പ് ഏപ്രിൽ 9, 10 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും. അന്നേ ദിവസം ഉപഭോക്താക്കളുടെ അളവുകൾ എടുക്കും. മെയ് 1, 2 തീയതികളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പരിശീലനവും കൃത്രിമ കാൽ വിതരണവും നടക്കും. ഓരോ ക്യാമ്പിനും ആദ്യ 100 പേർക്ക് മുൻഗണന ലഭിക്കും. പുതിയ കാൽ അല്ലെങ്കിൽ മാറ്റം ആവശ്യമുള്ളവർ പേരും ഫോൺ നമ്പറും വിലാസവും നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ തൃശൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ MP രാജൻ, സൌജന്യ കൃത്രിമ കാൽ വിതരണ പ്രോജക്ട് ചെയർമാൻ NP രാജശേഖരൻ നായർ, ജോളി ജോൺ, MV തോമസ്, ഡോക്ടർ ഡേവിഡ് സാച്ച് മാത്യു എന്നിവർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദി പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
പെരിങ്ങാട് പുഴ റിസർവ് വന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുക, പുഴയെ പുഴയായി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തിരുനെല്ലൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA ഓഫീസിനു സമീപം പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈനു കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. KP മണികണ്ഠൻ, മോഹനൻ കളപ്പുരയ്ക്കൽ, ശരവണൻ പാടൂർ, സുബ്രഹ്മണ്യൻ പള്ളിപ്പുറം, സബീഷ് ഇല്ലത്ത്, പ്രസാദ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിപ്പിച്ച തൊഴിൽ കരം, ഉയർന്ന ലൈസൻസ് ഫീ എന്നിവ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി വേലൂർ യൂണിറ്റ് വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകി വന്നിരുന്ന തൊഴിൽ കരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാര മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വർധനവാണ് വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരി വ്യവസായി സമിതി വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് PG ശർമ്മ, യൂണിറ്റ് സെക്രട്ടറി TD ദയൻ, യൂണിറ്റ് ട്രഷറർ ജോൺസൺ, എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ വേളത്ത് തുടങ്ങിയവർ ചേർന്നാണ് നിവേദനം നൽകിയത്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് പുതിയ താളം നൽകുകയാണ് വാഴാനി ഡാമിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സംഗീത ജലധാര. വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ അതിലൊരു പ്രധാന ആകർഷണമായി മാറും ഈ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ. വാഴാനി ഗ്രാവിറ്റി എർത്ത് ഡാമിനോട് ചേർന്നുള്ള 4 ഏക്കർ പൂന്തോട്ടത്തിലാണ് 5.99 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു പ്രധാന ടൂറിസം ആകർഷണമായ സംഗീത ജലധാര ആസ്വദിക്കാൻ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി വാഴാനിയെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച 70-ലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രോജക്ട് ചെയ്ത് 15 മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോ പ്രദർശിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയാണ് വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടൻ. 58.8 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയായ പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ തൃശൂർ ജില്ലയിലെത്തുന്ന ടൂറിസ്റ്റുകളെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം സർക്യൂട്ടുമായി കൂട്ടിയിണക്കാനാകും. ഇതിലൂടെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി വാഴാനി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി വടക്കാഞ്ചേരിയിൽ പുതിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചെയർമാൻ K. അജിത് കുമാർ പാലിയേറ്റീവ് രോഗിക്ക് കട്ടിൽ നൽകി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ കെയർ ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ MS ഹംസ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PJ രാജു, ശശി മംഗലം, കുട്ടൻ മച്ചാട്, AH ബാബുരാജ്, സിദ്ദിഖ് മാരാത്തുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ആളൂരിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി അങ്ങാടികളിൽ ശുചീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. വല്ലക്കുന്ന്, കല്ലേറ്റുംകര, ആളൂർ, കനാൽപ്പാലം, കൊമ്പിടി, കുണ്ടായി സെന്ററുകളിലാണ് ശുചീകരണ തൊഴിലാളികളുടെ സഹായത്തോടെ ശുചീകരണം നടത്തിയത്. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഫിറ്റ്നസ് റണ്ണും നടത്തി. തളി ANMM UP സ്കൂളിൽ നടന്ന പരിപാടി വരവൂർ പഞ്ചായത്ത് അംഗം TM ബീവാത്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ഫിറ്റ്നസ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. വായനശാല സെക്രട്ടറി CK വിനോദ്, A നീലകണ്ഠൻ, TI ഗഫൂർ, ലൈബ്രറിയൻ C ഗീത എന്നിവർ സംസാരിച്ചു. ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് അനുവദിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ പള്ളിക്കുളത്തിൽ നിക്ഷേപിച്ചു. വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ജിനോ വടക്കൂടൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മാർട്ടിന, സിസ്റ്റർ ജിൻസി മരിയ, ഇടവകാംഗം മിനി ആന്റോ എന്നിവർ പങ്കെടുത്തു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ AK സിദ്ദീഖ്, പ്രൊഫസർ KA അബ്ദുൾ വഹാബ് അനുസ്മരണം ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു.
MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MES കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ആദരണങ്ങളും ചടങ്ങിൽ നടന്നു. പേ ബസാർ ജുമാ മസ്ജിദ് ഖത്തീബ് റിയാസ് അൽ അഹ്സനി റമദാൻ സന്ദേശം നൽകി. MES ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൾ ജമാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നവാസ്, മുൻ ജില്ലാ പ്രസിഡന്റ് VM ഷൈൻ എന്നിവർ സംസാരിച്ചു. കൃഷിക്കും ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി അരിമ്പൂർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് CG സജേഷ് അവതരിപ്പിച്ചു. 26.46 കോടി രൂപ വരവും 24.53 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 1.92 കോടി നീക്കിയിരിപ്പ് കണക്കാക്കുന്നു. നെൽകൃഷി, മറ്റ് കാർഷിക വിളകൾ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയ്ക്ക് 1,20,00,000 രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 2 കോടി രൂപയും ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികൾക്കായി 2.5 കോടി രൂപയും വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഹരിദാസ് ബാബു, ശോഭ ഷാജി, PA ജോസ്, സിന്ധു സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരൻ CR ദാസ് രചിച്ച വിയറ്റ്നാം വസന്തം എന്ന നോവലിന്റെ പ്രകാശനം നടന്നു. ചേറൂർ സാഹിതിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ V മുരളിക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. CR ദാസ്, നാരായണൻ കോലഴി, സത്യനാഥൻ, PRK ചേനം, താര അതിയിടത്ത്, E നാരായണി, അപർണ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മൽഹ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ മാള മഹല്ലിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി. മഹല്ല് സെക്രട്ടറി AA അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ MP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. മഹല്ല് ഇമാം സുബൈർ മന്നാനി, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഫാദർ അനൂപ് ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CV പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റണി അമ്മുത്തൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന വാർഷിക ധ്യാനത്തിന് ഫാദർ സിജോ തയ്യാലക്കൽ നേതൃത്വം നൽകി. ഈ മാസം 23-നാണ് ഊട്ടുതിരുനാൾ. വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ നാഗത്തറ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നാഗത്തറയുടെ സമീപത്ത് നടത്തിയ പ്രതിഷേധ ധർണ വിശ്വഹിന്ദു പരിഷത്ത് വിഭാഗ് പ്രചാർ പ്രമുഖ് KU ഷാജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ഘൺ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി. BJP മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, PS സുരേഷ് കുമാർ, T വാസുദേവൻ, KK രാഗേഷ്, പ്രദീപ് MK, P കൃഷ്ണകുമാർ, PK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിനും കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും ഊന്നൽ നൽകി വെങ്കിടങ്ങ് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 26.88 കോടി രൂപ വരവും 26.36 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. ഭവന നിർമ്മാണത്തിന് 4.73 കോടി രൂപയും കുടിവെള്ളം, ശുചിത്വം പദ്ധതികൾക്ക് 88 ലക്ഷം രൂപയും ഗ്രാമീണ റോഡുകൾക്ക് 78.95 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 51.50 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 46.33 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, AT അബ്ദുൾ മജീദ്, ചാന്ദിനി വേണു, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, NK വിമല, രതി M ശങ്കർ എന്നിവർ സംസാരിച്ചു. ഹംപിൽ സീബ്ര ലൈൻ വരച്ച് പൊതുപ്രവർത്തകൻ മാതൃകയായി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ കോടാലി സ്കൂൾ ജംഗ്ഷനിലുള്ള ഹംപിൽ സീബ്ര ലൈൻ വരച്ചാണ് പൊതുപ്രവർത്തകനായ ആൻഡു ചെമ്മിഞ്ചേരി മാതൃകയായത്. 1 മാസം മുൻപ് റീടാറിംഗ് നടത്തി നവീകരിച്ച റോഡിലെ ഹംപിൽ മുന്നറിയിപ്പ് നൽകാനുള്ള അടയാളങ്ങളില്ലാത്തതിനാൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായതിനാലാണ് ആൻഡു ചെമ്മിഞ്ചേരി സ്വന്തം ചിലവിൽ സീബ്ര ലൈൻ വരച്ചത്. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ശാസ്ത്ര ഗണിതോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, KG ഗീത, KM നാൻസി, KM രമാദേവി എന്നിവർ സംസാരിച്ചു.
കോട്ടപ്പുറം കിഡ്സിന് കീഴിലുള്ള മഹിമ മയൂര ഫെഡറേഷനുകളുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോട് മേഖല അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി. അഴീക്കോട് സർവീസ് സഹകരണ പ്രസിഡന്റ് പി ജോൺ, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ്, ഫാദർ എബിനേസർ ആന്റണി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മനാഫ് അഴീക്കോട് തുടങ്ങിയവരും സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. INTUC കുന്നംകുളം റീജിയണൽ നേതൃ കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KC ബാബു, KN നാരായണൻ, സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ, ഷറഫു പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വാഴകൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, നഗരസഭ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ അനി റോസ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, മുൻ ചെയർമാൻ നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർമാരായ KV സത്താർ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്നിനെതിരെ പോരാടാൻ ഒരു നാടൊന്നാകെ അഴിമാവ് പാലത്തിലേക്ക് ഒഴുകിയെത്തി. സ്ത്രീകളും കുട്ടികളുമടക്കം 500-ലേറെ പേർ 400 മീറ്ററോളം വരുന്ന പാലത്തിൽ കണ്ണിമുറിയാതെ കൈകോർത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. നാടാകെ പടർന്നുപിടിച്ച മയക്കുമരുന്നിനെതിരെ കിഴുപ്പുള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല കൊടുങ്ങല്ലൂർ DVSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷനായി. ചെയർപ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. CP സാലിഹ്, ജനപ്രതിനിധികളായ CL ജോയ്, ഷൈനി, ജനകീയ സമിതി കൺവീനർ TV ദീപു, ട്രഷറർ V ഗോകുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കൌമാര പ്രണയത്തിലെ ചതിക്കുഴികൾ പ്രമേയമാക്കി MASM വെന്മേനാടിലെ സൌഹൃദ കോർഡിനേറ്റർ ജോഫി, സുഹൃത്ത് മിൽട്ടൺ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സൌഹൃദ ക്ലബ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച വീഡിയോ സോങ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. CG&AC ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ VM കരീം അധ്യക്ഷനായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, സംവിധായകൻ ഫേവർ ഫ്രാൻസിസ്, ഗായകൻ മാധവ് സുന്ദർ, അഭിനേതാക്കളായ നന്ദകിഷോർ, അമൽ സൈമൺ, ജോഫി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആൽബത്തിന്റെ ആദ്യ പ്രകാശനവും വേദിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8250 രൂപ, പവന് 66,000 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3468 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി ചിറങ്ങരയിൽ പുലിഭീതി തുടരുന്നു. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇരിങ്ങാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയതായി സൂചന. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയതിനെ തുടർന്ന് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്ക്. മുരുക്കുങ്ങൽ സ്വദേശി റജീനയ്ക്കാണ് പരിക്കേറ്റത്. മേഖലയിൽ കാട്ടാനാക്രമണം പതിവായതായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചാലക്കുടിയിലും കയ്പമംഗലത്തും മാളയിലും വ്യാപക നാശനഷ്ടം. ചാലക്കുടിയിൽ 400 നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. കയ്പമംഗലത്ത് മരം കടപുഴകി വീണ് 3 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി.
മാളയിൽ മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലോമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക്. ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.